കേന്ദ്രമന്ത്രിയായ ശേഷം ആദ്യമായി കേരളത്തിലെത്തിയ സുരേഷ് ഗോപി ഇ.കെ. നായനാരുടേത് ഉൾപ്പെടെ പ്രമുഖ വ്യക്തികളുടെ വീടുകൾ സന്ദർശിച്ചു. കോഴിക്കോട് തളി ക്ഷേത്രത്തിലും മാടായിക്കാവിലും പറശ്ശിനിക്കടവിലും ദർശനം നടത്തി. ഒരേ സമയം രാഷ്ട്രീയ നേതാവിന്റെയും സിനിമാ താരത്തിന്റെയും പരിവേഷത്തിലായിരുന്നു സുരേഷ് ഗോപി. രാവിലെ 6:30 തളി ക്ഷേത്ര ദർശനം, മുൻകൂട്ടി നേർന്ന നേർച്ചകൾ, പൂജകൾ, ദൈവങ്ങൾക്ക് മുന്നിലെല്ലാം അകമൊഴിഞ്ഞ പ്രാർത്ഥന. അപ്രതീക്ഷിത സന്ദർശനമാണെങ്കിലും ചുറ്റിലും ആരാധകർ. പ്രാർത്ഥനയ്ക്കും വഴിപാടുകൾക്കും ശേഷം നേരെ BJP ഓഫീസിലേക്ക്. രാഷ്ട്രീയ ചർച്ചകൾക്കില്ലെന്നും സ്വകാര്യ സന്ദർശനമാണെന്നും മാധ്യമപ്രവർത്തകരോട് മറുപടി. അതൊക്കെ പിന്നെ അതിനുള്ള വേദിയല്ല. ഇന്ന് ഇ.കെ. നായനാരുടെ വീട്ടിൽ സന്ദർശിക്കുന്നുണ്ടല്ലോ. ഞാൻ എൻ്റെ വഴിക്കൊന്ന് സഞ്ചരിച്ചോട്ടെ. പിന്നീട് നേരെ മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രന്റെ വസതിയിലേക്ക്. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയംസ് കുമാർ, ജോയിന്റ് മാനേജിംഗ് എഡിറ്റർ PV നിതേഷ്, അന്തരിച്ച മാതൃഭൂമി ഡയറക്ടർ PV ഗംഗാധരന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ സുരേഷ് ഗോപിയെ സ്വീകരിച്ചു. തുടർന്ന് പ്രഭാത ഭക്ഷണത്തിന് ശേഷം നേരെ കണ്ണൂരിലേക്ക്. കണ്ണൂർ മാടായിക്കാവിലും പറശ്ശിനിക്കടവിലും തൊഴുതു പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് കല്യാശ്ശേരിയിൽ ഇ.കെ. നായനാരുടെ വീട്ടിലെത്തിയ സുരേഷ് ഗോപിയെ ഭാര്യ ശാരദ ടീച്ചറും മകൻ കൃഷ്ണകുമാറും ചേർന്ന് സ്വീകരിച്ചു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.